നമസ്കാരം. ഈ വീഡിയോയിൽ 8ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ നോക്കുന്നത്. കേരള പാഠാവലിയുടെ മലയാളം ഫസ്റ്റിൻ്റെ എക്സാമാണ് നാളെ എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ചാപ്റ്ററുകളെല്ലാം ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ റെഡി ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മുക്തകങ്ങൾ മുതൽ അങ്ങോട്ട് തുടങ്ങിയാണ്. മുക്തകങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമുക്കൊന്ന് പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷൻ എന്ന് ചെയ്യാം. വളരെ കുറച്ച് 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാം. അപ്പോൾ മുക്തകത്തിൽ ഒന്നാമത് ചേലപ്പറമ്പ് നമ്പൂതിരി എഴുതിയ മുക്തകമാണ്. അതിൽ പാടത്തിൻ്റെ കരനീളെ നീല നിറത്തിൽ വേലിക്കൊരാഘോഷമായിട്ട് അലങ്കാരമായിട്ട് അങ്ങനെ ആടി ഉലഞ്ഞ് തൂങ്ങി നിൽക്കുന്ന പാവയ്ക്ക കൂട്ടങ്ങൾ അത് പ്രകൃതിയുടെ പുണ്യമാണെന്നും അമൃതിൻ്റെ അഹങ്കാരത്തെ പോലും ശമിപ്പിക്കുന്നതാണെന്നുമാണ് കവി പറയുന്നത്. അങ്ങനെയുള്ള പാവയ്ക്കകളോട് തൻ്റെ കയ്യിലേക്ക് വേഗത്തിൽ എത്തിച്ചേരുക എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ പുണ്യമായ അല്ലെങ്കിൽ പ്രകൃതിയുടെ വരദാനമായ അലങ്കാരമായ ഈ പാവയ്ക്കകളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ മുക്തകത്തിൽ ആദ്യം പഠിക്കാനുള്ളത്. പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഇതിലൂടെ കവി വർണ്ണിക്കുന്നത്. രണ്ടാമത്തെ മുക്തകത്തിൽ നമ്മൾ പറയുന്നത് നാലപ്പാട്ട് നാരായണ മേനോനാണ് അത് രചിച്ചത്. ഉദ്യാനത്തിലെ കുളിർക്കൽ തറയിൽ രാജാക്കന്മാരുടെ അമൂല്യ ഉദാരവുമായിട്ടുള്ള ഉപചാരങ്ങളൊക്കെ ഏറ്റ് അങ്ങനെ വളരുന്ന അഴകേറിയ പൂവല്ലിയെയും ആരും ശ്രദ്ധിക്കാതെ മതിലിൻ്റെ വിടവിൽ മുളച്ച് വളരാൻ പണിപ്പെട്ട് നിൽക്കുന്ന ഒരു പാഴ്വള്ളിയെയും സൂര്യൻ്റെ കരങ്ങൾ സൂര്യകിരണങ്ങൾ ഒരുപോലെ തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ പുണരുന്നത് എന്നാണ് കവി പറയുന്നത്. കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ വളർന്നാലും മതിലിൽ പറ്റിപ്പിടിച്ച് വളർന്ന പാഴ്ചെടിയാണെങ്കിലും രണ്ടും ഒരുപോലെ തന്നെയാണ് സൂര്യനാണേ. ഓർത്തിരിക്കുക, ഒരു സമത്വത്തിൻ്റെ ചിത്രമാണ് കവി ഇതിലൂടെ നമുക്ക് മുമ്പിൽ വരച്ചിടുന്നത്. സമത്വത്തിൻ്റെ ചിത്രം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ചില വേർഡ്സ് ഓർത്തിരിക്കുക. സുഹൃതം എന്ന് പറഞ്ഞാൽ പുണ്യമാണ്. അധുന ഇപ്പോൾ. പീയൂഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അമൃതാണ്. ഡംഭം അഹങ്കാരമാണ്. പീയൂഷത്തിൻ്റെ ഡംഭം അല്ലെങ്കിൽ പീയൂഷത്തിൻ്റെ അഹങ്കാരം. പിന്നെ തരസ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ്. ആരാമം പൂന്തോട്ടമാണെന്ന് നിങ്ങൾക്കറിയാം. അരജൻ എന്ന് പറഞ്ഞാൽ രാജാവാണ് കേട്ടോ, ഓർത്തിരിക്കുക. അനർഘം വിലമതിക്കാനാവാത്ത ഇനൻ, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഇനൻ സൂര്യനാണ്, ഇനൻ. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഈ പാഠത്തിൽ ഉള്ളത്. അപ്പോൾ ഈ പൂവല്ലിയും പാഴ്വള്ളിയും എന്ന് പറയുന്നതും മനുഷ്യൻ്റെ സ്വഭാവമായിട്ടുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് ചോദിക്കാൻ ഒരു ചാൻസ് ഉള്ളതാണ്. അതായത് പൂന്തോട്ടത്തിൽ രാജാക്കന്മാരുടെ പരിലാളനയോടുകൂടി വളർന്നു വരുന്ന ഒരു പൂവല്ലിയും ആരും നോക്കാതെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു പാഴ്വള്ളിയും സൂര്യന് ഒരുപോലെയാണെന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലോ സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഉന്നതമായിട്ടുള്ള രീതിയിൽ സുഖസൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് വളരുന്നവരുടെ പ്രതീകമായിട്ടാണ് പൂവല്ലിയെ കാണിച്ചിട്ടുള്ളത്. ഒരു പാവപ്പെട്ട ആൾ ആരും ശ്രദ്ധിക്കാതെ ഒരു പാവപ്പെട്ട രീതിയിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ്, ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കിടക്കുന്ന ഒരാളെയാണ് ഈ പാഴ്വള്ളിയിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ്, സമഭാവനയാണ്, ദൈവം ഒരുപോലെയാണ് ഇവരെ കാണുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥമെടുക്കാം. ഇതാണ് മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ഈ മുക്തകത്തിനുള്ള ബന്ധം. ഓക്കെ, അടുത്തത് എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയാണ്. വള്ളത്തോൾ നാരായണ മേനോനാണ് എഴുതിയത്. നല്ല വിശദമായിട്ട് അതിൻ്റെ ഓരോ ലൈനും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്, അത് നോക്കുക. ഇത് റിവിഷൻ മാത്രമാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇതിൽ നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ചാണ്, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയെക്കുറിച്ചാണ് വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിലൊരു വരി, പുസ്തകമന്യേ പുണ്യ അധ്യാപനം നടത്തുന്നോൻ. ഈ ആശയവുമായിട്ട് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത്? ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യനാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവം, പ്രയത്നത്തിലാണ് സംതൃപ്തി സാഫല്യത്തിലല്ല, അഹിംസ ഭീരുവിൻ്റെ ആയുധമല്ല, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഏതാണ് ആൻസർ? പുസ്തകമന്യേ പുണ്യ അധ്യാപനം എന്ന പുസ്തകമില്ലാതെ അധ്യാപനം നടത്തുന്നവൻ എന്നാണ് ഗാന്ധിജിയെ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ജീവിതം എൻ്റെ സന്ദേശം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഗാന്ധിജിയെ ആകാശത്തോട് താരതമ്യപ്പെടുത്തിയതിൻ്റെ ഔചിത്യം എന്ത് എന്ന് ചിലപ്പോൾ ചോദിക്കാം. വിഹായസ് എന്ന് പറഞ്ഞാൽ ആകാശമാണ് കേട്ടോ, ആകാശമാണ് വിഹായസ്. ഇല്ലിഹ സംഘം ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ വണ്ണമെൻ ഗുരുനാഥൻ എന്നൊരു വരി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തിന് സമാനമായിട്ട് ഗാന്ധിജിയെ കാണുകയാണ് വള്ളത്തോൾ. ആകാശത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. എന്താണ്? നക്ഷത്രത്തിൻ്റെ മാല, താരകാ മണിമാല ചാർത്തിയാൽ അതും കൊള്ളാം. നക്ഷത്രത്തിൻ്റെ മാല അതിൽ കിടക്കുമ്പോഴും പിന്നെയോ കാറണി ചെളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം. അതായത് കാർമേഘമാകുന്ന അഴുക്ക് അത് പുരണ്ടാലും ആകാശത്തിന് ഒരുപോലെ തന്നെയാണ്, അതൊന്നും ആകാശത്തെ സ്പർശിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഗാന്ധിജിയും. ഒന്നിനോടും അദ്ദേഹത്തിന് അമിതമായിട്ടുള്ള ഇഷ്ടമോ വിരോധമോ പുലർത്തുന്നില്ല. നല്ലതും ചീത്തയും എല്ലാം ഒരേ മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിനെ പ്രശംസാവാക്കുകൾ പറഞ്ഞാലും നിന്ദാവാക്കുകൾ പറഞ്ഞാലും എല്ലാത്തിനെയും അദ്ദേഹം ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അതാണ് ഈ വരികളിൽ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആകാശത്തോട് വിഹായസിനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യനാണ്.
ഇനി അടുത്തത്, ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്താൻ കുടുംബക്കാർ എന്നൊരു വരിയുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം സവിശേഷതകളാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഗാന്ധിജിയുടെ എന്തെല്ലാം സവിശേഷതകളാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. അതിൽ വരുന്ന ആൻസർ ഇതാണ്: ലോകം ഒരു തറവാടായി കണ്ട വിശാല മനസ്സിനുടമയായിരുന്നു ഗാന്ധിജി. ലോകത്തെ മുഴുവൻ അദ്ദേഹം തൻ്റെ തറവാടായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. അവിടുത്തെ ചെടികളെയും പുല്ലുകളെയും പുഴുക്കളെയും എല്ലാം തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഗാന്ധിജി സ്നേഹിച്ചു. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി മഹാന്മാരുടെ സാമീപ്യം ആളുകളുടെ ജീവിതത്തെ തന്നെ മാറ്റി തീർക്കും, അത് വിശദമാക്കുക. നമ്മൾ പഠിച്ചു, ഗാന്ധിജിയെ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ. പണ്ടൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് അല്ലേ, മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് ഉള്ള പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ മഹാന്മാരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം അല്ലെങ്കിൽ അടുപ്പമൊക്കെ ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഇതുവരെ ലോകത്തുണ്ടായിരുന്ന എല്ലാ മഹത് വ്യക്തികളുടെയും ഗുണങ്ങളുടെ ഒരു സമ്മേളനമാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും ദർശിക്കാൻ കഴിഞ്ഞാൽ, അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും കാണാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി വള്ളത്തോൾ വളരെ വിശദമായിട്ട് എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ പറയുന്നുണ്ട്. ആ ഗാന്ധിജിയെ കണ്ടു കഴിഞ്ഞാലോ ഭീരുവായ ആൾ ധീരനായി മാറും, കർക്കശൻ ദയാലുവായിട്ട് മാറും, പിശുക്കൻ ദാനശീലനാകും, ഏഷണിക്കാരൻ അല്ലെങ്കിൽ പിശുനൻ നല്ലത് പറയുന്നവനാകും, അശുദ്ധൻ ശുദ്ധനാകും, മടിയൻ പ്രയത്നശീലമുള്ളവനും ആകും. ഇങ്ങനെ മഹാന്മാരുടെ ജീവിതം, മഹാന്മാരുമായിട്ട് ഉള്ള സാമീപ്യം ആളുകളുടെ ജീവിതത്തെ തന്നെ പല രീതിയിൽ മാറ്റിമറിക്കും എന്നാണ്, സ്വാധീനിക്കും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ അഹിംസയുടെ പ്രാധാന്യമൊക്കെ വെച്ചിട്ട് വല്ല കുറിപ്പ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ പ്രസംഗം തയ്യാറാക്കാനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നമ്മുടെ പ്രഭാഷണമാണെന്നുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഉപന്യാസമാണെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ട് വേണം എഴുതാൻ, 2-3 പാരഗ്രാഫ് ആക്കിയിട്ടൊക്കെ തിരിച്ചിട്ടൊക്കെ വേണം എഴുതാൻ. അപ്പോൾ എന്തായാലും ലോകത്ത് ഇന്നോളം അഹിംസയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നടന്നിട്ടുള്ള യുദ്ധങ്ങളെല്ലാം തന്നെ, ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ ഹിംസയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആയുധം ഉപയോഗിച്ചുള്ള യുദ്ധങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള പല പല യുദ്ധങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഈ യുദ്ധങ്ങളുടെ എല്ലാം ഇടയ്ക്ക് വളരെ പുതിയ ഒരു അല്ലെങ്കിൽ അഹിംസ എന്ന് പറയുന്ന ഒരു പുതിയ രീതി കൊണ്ടുവന്ന് ഈ യുദ്ധങ്ങളെല്ലാം ആ ഒരു യുദ്ധത്തിൻ്റെ ഒരു കൺസെപ്റ്റിനെ തന്നെ മാറ്റിമറിച്ച ആളാണ് ഗാന്ധിജി. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? ഹിംസിക്കാതിരിക്കുക അല്ലെങ്കിൽ കൊല്ലാതിരിക്കുക എന്നത് മാത്രമല്ല, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക, ദുഃഖിപ്പിക്കാതിരിക്കുക, ഇതെല്ലാം അഹിംസ തന്നെയാണ്. സഹജീവികളോട് കരുണയുള്ളവരായിരിക്കുക, ഇതെല്ലാം അഹിംസയാണ്. ഇങ്ങനെ അഹിംസയിലൂടെ ബ്രിട്ടനെതിരെ, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാണ് ബ്രിട്ടൻ അല്ലേ, അതിനെതിരെ പോരാടിയ ആളാണ് ഗാന്ധിജി. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ഈ ഒരു മൊത്തത്തിലൊരു അസ്വസ്ഥത നിറഞ്ഞ, മൊത്തത്തിൽ ഒരു യുദ്ധങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ക്രൂരതകളും ഒക്കെ ഉള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ ഒരു ലോകത്തിൽ ഈ അഹിംസയുടെ പ്രാധാന്യം വളരെ വലുതാണ് എന്നും കൂടി നമ്മൾ എഴുതണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പാൻഡ് ചെയ്ത് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വെച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളങ്ങ് എഴുതിയാൽ മതി, അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഒരു പുറം എഴുതാനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. എന്തായാലും ഓർത്തിരിക്കുക, അഹിംസയുടെ പ്രാധാന്യം നോട്ട്സൊക്കെ തന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എഴുതി ഒന്ന് വായിച്ചു വെച്ചേക്കുക, ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ മറ്റൊരെണ്ണം ശീർഷകത്തിൻ്റെ ഔചിത്യമാണ്. എൻ്റെ ഗുരുനാഥൻ എന്ന ശീർഷകം, അതായത് ഹെഡിങ് ഇതിന് കൊടുത്തതിനുള്ള കാരണം എന്താണ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. അതിന് കാരണം ഗാന്ധിജിയുടെ മഹത്തായ ജീവിതത്തിൻ്റെ ആദർശങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു കവിതയാണ് വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിത അല്ലേ. ഈ കവിതയിൽ ഗാന്ധിജിയെ വള്ളത്തോളിൻ്റെ ഗുരുനാഥനായിട്ടാണ് കാണുന്നത്. ഇതിലെങ്ങും ഗാന്ധിജിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതുപോലൊരു ഗുരുനാഥൻ ഗാന്ധിജി അല്ലാതെ മറ്റാരുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ലോകത്തുള്ള എല്ലാ മഹത് വ്യക്തികളുടെയും വ്യക്തിത്വ മഹിമകൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ട്. അങ്ങനെ ഈ ഉള്ള ഗാന്ധിജിയെ തൻ്റെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട്, ഗുരുവായി കണ്ടുകൊണ്ട് കവിത എഴുതിയതിനാൽ, ഇതിൽ പറയുന്നത് ഈ ഗാന്ധിജിയെ ഗുരുവായി കണ്ടുകൊണ്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കവിതയ്ക്ക് എൻ്റെ ഗുരുനാഥൻ എന്ന പേര് തികച്ചും ഉചിതമാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് ആ ശീർഷകത്തിൻ്റെ ഔചിത്യം എന്ന് പറയുന്നത്. ഇനി കുറച്ച് വിഗ്രഹ അർത്ഥങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാം. വിഗ്രഹിച്ചെഴുതുക അല്ലെങ്കിൽ വികസിപ്പിച്ചെഴുതുക എന്നൊക്കെ ചോദിക്കുന്നത്. അഹിംസാ മണിച്ചട്ട എന്നുള്ള വാക്ക് അഹിംസയാകുന്ന മണിച്ചട്ട എന്ന് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അഹിംസാ മണിച്ചട്ട, അഹിംസയാകുന്ന മണിച്ചട്ട. ധർമ്മരക്ഷോപായം എങ്ങനെ എഴുതാം? ധർമ്മരക്ഷയ്ക്കുള്ള ഉപായം അല്ലേ. താരക മണിമാല, താരകമാകുന്ന മണിമാല എന്ന് നമുക്ക് പറയാം.
ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ഇല്ലിഹ സംഘം ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായ സൗവണ്ണമൻ ഗുരുനാഥൻ. ഈ വരികളുമായി യോജിക്കുന്ന ആശയം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വരികളുടെ അർത്ഥം. ഇതിൻ്റെ ആശയം ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒറ്റ 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിലേ എഴുതാൻ വേണ്ടിയിട്ട്. അഹിംസയെ വ്രതമായി കണ്ട വ്യക്തി, സർവ്വചരാചരങ്ങളെയും കുടുംബമായി അദ്ദേഹം കണ്ടു, മരുന്നില്ലാതെ രോഗം ശമിപ്പിച്ചു, പ്രശംസയെയും നിന്ദയെയും ഒരുപോലെ സമീപിച്ചു. അപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ ആൻസർ പ്രശംസയെയും നിന്ദയെയും ഒരുപോലെ സമീപിച്ചു എന്നതാണ്. എല്ലാത്തിനെയും സമമായിട്ട് കണ്ടു എന്നതാണ് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ നമ്മുടെ ചാപ്റ്ററിൽ നിന്നല്ല, അതിന് തൊട്ട് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ കിടപ്പുണ്ട്. അതിൽ ഒരു 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 പാരഗ്രാഫ് കിടപ്പുണ്ട് അല്ലേ, ഒരു ഗാന്ധിജി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് എഴുതിയ ഒരു കത്ത് കിടപ്പുണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് എന്ന്. അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓർത്തിരിക്കുക, വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മുടെ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ആശയം മനസ്സിലാക്കണമെങ്കിലോ നമ്മുടെ വീഡിയോ കണ്ടു നോക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ അവസാന നിമിഷം ഒന്ന് നോക്കി വെക്കേണ്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഈ പറയുന്ന ഈ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഈ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഇത് മാത്രമാണ് ചോദിക്കുന്നതെന്ന് ഞാൻ പറയില്ല. ഇത് പാഠം ഡീറ്റെയിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സുകളിൽ നിന്നെല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ആൻസറുകൾ ചെയ്ത് നോക്കണം. പൊതുവേ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് ഭൂമിയുടെ സ്വപ്നം എന്ന് പറയുന്ന ഒരു പാഠമാണ് ഭൂമിയുടെ സ്വപ്നം. ഓക്കെ, ഭൂമിയുടെ സ്വപ്നം നമുക്കറിയാം വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ് എന്ന് നമുക്കറിയാം. ഇത് എഴുതിയത് ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. അപ്പോൾ പ്രണയ താഴ്വരയിലെ ദേവദാരു എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. എൻ്റെ കഥയൊക്കെ നിങ്ങൾ അറിയാവുന്നതാണ്. ഞാൻ അതും അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. പ്ലേലിസ്റ്റിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുത്തിരിക്കാം. ഓക്കെ, വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് നോക്കുമ്പോൾ, ആദ്യം സ്വയം നട്ടുവളർത്തിയ ചെടി അത് ആകാശം നോക്കി വളർന്ന് ജീവിത പരിസരമാകെ തണൽ വിരിക്കുന്നു. ആരുടെ ഉയർച്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ആരുടേതാണ്? അമ്മയുടെ മകൻ്റെ ഉണ്ണി എന്നാണ്. ഹർഷവർദ്ധനൻ എന്നാണ് അവൻ്റെ യഥാർത്ഥ പേര്. ഉണ്ണി എന്നാണ് ഈ കഥയിൽ മുഴുവൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഉണ്ണിയുടെ എന്ന് എഴുതിയാൽ മതി അല്ലേ. ഇനി അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചൊരു കുറിപ്പ് ചിലപ്പോൾ ചോദിക്കാം. അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം നമുക്കറിയാം. കഥ അറിയാവുന്നതുകൊണ്ട് ഈ വൈധവ്യം, അതായത് നേരത്തെ തന്നെ ഇവൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ആ അമ്മ വിധവയായതാണ്. അപ്പോൾ വൈധവ്യത്തിലും തളരാതെ മകന് വേണ്ടി ജീവിച്ച അമ്മയുടെ കഥയാണ് ഈ ഭൂമിയുടെ സ്വപ്നം എന്ന പാഠഭാഗത്ത് നമുക്ക് ഡോക്ടർ ജോർജ് ഓണക്കൂർ പറയുന്നത്. മകൻ തൻ്റെ ഒപ്പം വേണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. പക്ഷേ അത് സ്വാർത്ഥതയാണെന്ന് ആ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് ഒരിക്കലും മകൻ്റെ ആ മാർഗത്തിന് വിഘാതം സൃഷ്ടിക്കാതെ അല്ലെങ്കിൽ തടസ്സം നിൽക്കാതെ അവനെ അമ്മ രാജ്യസേവനത്തിനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ആ മകനെ നന്നായി പഠിപ്പിച്ചു, അവന് അറിവ് പകർന്നു, അവന് വളർന്നു വികസിക്കാൻ വേണ്ടി എല്ലാ പിന്തുണയും ആ അമ്മ നൽകുകയാണ്. ധനസമ്പാദനമോ സ്വകാര്യമായിട്ടുള്ള ഉയർച്ചയോ അല്ല, രാഷ്ട്രത്തിന് വേണ്ടി എന്ത് നൽകാനാവുമെന്ന ചിന്ത മാത്രമേ ഉണ്ടാകാവൂ എന്ന് അവർ മകനെ പഠിപ്പിക്കുന്നു. സ്വന്തം നാടിൻ്റെ സംസ്കാരത്തോട് മമതയും അഭിമാനവുമൊക്കെ അവർ മകനിൽ വളർത്തി. അമ്മയുടെ കരുതലും വാത്സല്യവും എല്ലാം അവൻ്റെ യാത്രകൾക്ക് ഒരു വെളിച്ചമാവുകയും ചെയ്തു. ഈ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതെല്ലാം നേരിൽ കാണാനും മറ്റും അമ്മ അവനെ യഥാർത്ഥ ജ്ഞാനം നേടാനുമൊക്കെ അമ്മ അവനെ ഉപദേശിച്ചു. ഇങ്ങനെ അമ്മയുടെ വാക്കുകൾ കേട്ട് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ആ മകൻ അങ്ങനെ വളർന്നു. ഈ അമ്മയും മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധം നമുക്ക് ഈ കഥയിലുടനീളം കാണാൻ കഴിയും. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഈ ഒരു പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എഴുതുക. ഇനി പാതി വരച്ചിട്ട വർണ്ണഭംഗിയാർന്ന ചിത്രം പോലെ അച്ഛൻ്റെ ജീവിതം എന്ന് ഒരു ഇത് കിടപ്പുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ആ വാക്യത്തിൽ നിന്ന് കിട്ടുന്ന അർത്ഥ സൂചനകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ജീവിതം സുന്ദരമായിരുന്നു, മനോഹരമായിരുന്നു. പക്ഷേ അകാലത്തിലുള്ള അച്ഛൻ്റെ മരണം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് അവരുടെ ജീവിതത്തിന് വലിയൊരു ദുഃഖം, വലിയൊരു ആഘാതം ഉണ്ടായി. അതുവരെയുള്ള സുഖസൗകര്യങ്ങൾ മുഴുവൻ ഇല്ലാതെയായി എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. അശാന്ത നഗരത്തിൽ നിന്ന് കൂടുവിട്ട് പറക്കാൻ മോഹിക്കുന്ന പക്ഷി തേടിയെത്തുന്ന നീലാകാശം. ഇവിടെ പക്ഷി, നീലാകാശം ഇവ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. ഈ പക്ഷി എന്ന് പറയുന്നത്
സമാധാനവും സ്വാതന്ത്ര്യമൊക്കെ ആഗ്രഹിക്കുന്നവരുടെ പ്രതീകമാണ്. പക്ഷി സമാധാനവും സ്വാതന്ത്ര്യമൊക്കെ ആഗ്രഹിക്കുന്നവരുടെ പ്രതീകം. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഭാരതത്തെ, ഇന്ത്യയെക്കുറിച്ചാണ് നീലാകാശം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് നമുക്ക് വരുന്നത് അമ്മയുടെ മനസ്സും മുഖവും പൂത്തുലഞ്ഞു, വസന്തകാലമായപ്പോൾ പ്രകൃതി പൂത്തുലഞ്ഞു. അപ്പോൾ പൂത്തുലഞ്ഞു എന്ന് പറയുന്ന വാക്കിന് ഈ രണ്ട് സെൻറ്റൻസിലും രണ്ട് മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥവ്യത്യാസം എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അമ്മയുടെ മനസ്സ് പൂത്തുലഞ്ഞു എന്ന് പറഞ്ഞാൽ അമ്മയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്നാണ് അർത്ഥം. ഇനി വസന്തകാലത്ത് ചെടികളെല്ലാം പൂത്തുലഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളെല്ലാം പൂവിട്ടു എന്ന അർത്ഥത്തിലാണ് രണ്ടാമത്തെ വാക്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് ഒന്ന് ഓർത്തിരിക്കുക, അർത്ഥവ്യത്യാസം എഴുതാനുള്ളത്. ഇതിനകത്ത് പല സ്ഥലത്തും അപരാജിതയായ അമ്മ എന്ന വിശേഷണം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപരാജിതയായ അമ്മയുടെ മകന് നക്ഷത്രപദങ്ങൾ സ്വന്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപരാജിതയായ അമ്മ എന്ന വിശേഷണം അമ്മയ്ക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട്? അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനകത്തുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. അമ്മ ചെറുപ്പത്തിലെ തന്നെ വിധവയായതാണ്. ജീവിതത്തിൻ്റെ യാത്രയിൽ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു, അല്ലേ? ഭർത്താവ് മരിച്ചപ്പോൾ വൈധവ്യത്തിൻ്റെ വെള്ള വസ്ത്രം അണിഞ്ഞ് അങ്ങനെ ഉരുകി ജീവിക്കാതെ അവർ മകനെ വളർത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു. പ്രതികൂല സാഹചര്യങ്ങളെ അവർ വളരെ വിജയകരമായിട്ട് അതിജീവിക്കുകയും ചെയ്തു. തൻ്റെ മകനെ അവർ തന്നോട് ചേർത്ത് നിർത്തി. അമ്മ പകർന്ന ശക്തിയിലൂടെ അവൻ വളർന്ന് രാജ്യസ്നേഹിയും ഒരു നല്ല അറിവും പഠിപ്പുമുള്ള അവനായിട്ട് മാറി. തൻ്റെ മകൻ തൻ്റേത് മാത്രമല്ലെന്നുള്ള തിരിച്ചറിവാണ് ആ അമ്മയെ ദേവിയാക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചവർ. വലിയ ഉയരങ്ങൾ സ്വപ്നം കണ്ട് വളരാൻ വേണ്ടി മകനെ പ്രേരിപ്പിച്ചു. അതുകൊണ്ടാണ് അപരാജിതയായ അമ്മ എന്ന് അവരെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, കുരുവിക്ക് കൂട് കൂട്ടാൻ വൻമരത്തിലെ ചെറു ശാഖ മതി, ഈ വരികളുടെ അർത്ഥമെന്ത്? അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ കുരുവിക്ക് കൂട് കൂട്ടുന്ന കാര്യം, അല്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരുവി എന്ന് പറയുന്നത് ഒരു ചെറിയ പക്ഷിയാണ്. അതിനുള്ള കൂട് അത് സ്വന്തമായിട്ട് തന്നെയാണ് നിർമ്മിക്കുന്നത്. വളരെ കുറച്ച് സ്ഥലം മതി ഒരു കുരുവിക്ക് കൂട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉണങ്ങിയ ഇലകളും ചുള്ളിക്കമ്പുകളൊക്കെ വെച്ചാണത് കൂടുണ്ടാക്കുന്നത്. അതുപോലെ ഈ ഒറ്റപ്പെട്ട ഈ ഭർത്താവിൻ്റെ മരണത്തോടു കൂടി ഒറ്റപ്പെട്ട ഈ അമ്മയും മകനും കൂടെ ആരോടും ദുഃഖവും പരിഭവവും ഒന്നും പറയാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ ജീവിച്ചു. ആ വിധവയായിട്ടുള്ള ആ സ്ത്രീ തൻ്റെ ഒരു ഉപജീവന മാർഗം, ജീവിത മാർഗം സ്വയം കണ്ടെത്തി. മകനെ നല്ലവനായി വളർത്തി, നല്ല അറിവുള്ളവനായിട്ട് വളർത്തി. ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. അങ്ങനെ വളരെ ചെറിയ ആളുകൾക്കും വലിയ ഉയരത്തിൽ കീഴടക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ആ ഒരു വരിയിലൂടെ എഴുത്തുകാരൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് കുരുവിയുടെ ഉദാഹരണമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് വിഗ്രഹാർത്ഥം എഴുതാൻ വേണ്ടി ഒരു വാക്ക് ദൃഢപ്രതിജ്ഞ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ദൃഢപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ദൃഢമായ പ്രതിജ്ഞ എന്നാണ്. തിരിച്ചെഴുതാനും നിങ്ങൾക്ക് ചോദിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നദിയിൽ നദി പ്ലസ് ഇൽ എഴുതാം. നീർ പ്ലസ് കുഴി, അവിടെ ഇരട്ടിച്ച് വരുന്നതാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യം എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. കാലത്തിൻ്റെ ഇരുണ്ട വഴിയിൽ ഒറ്റപ്പെട്ടു, ആരുടെയും സഹായത്തിന് കാക്കാതെ സ്വയം കരുത്താർജിക്കുകയായിരുന്നു ആ അമ്മ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു വരിയാണ്. അവിടെ ഒറ്റപ്പെട്ടു കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ആ ഫുൾ സ്റ്റോപ്പ് മാറ്റി നമുക്ക് ഒറ്റ സെൻറ്റൻസ് ആയിട്ട് എഴുതണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ എഴുതാം? കാലത്തിൻ്റെ ഇരുണ്ട വഴിയിൽ ഒറ്റപ്പെട്ട ആ അമ്മ ആരുടെയും സഹായത്തിന് കാക്കാതെ സ്വയം കരുത്താർജിക്കുകയായിരുന്നു എന്നെഴുതാം. അതാണ് ഒറ്റ വാക്യത്തിൽ അർത്ഥവ്യത്യാസം വരാതെ നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണ്. അടുത്തത്, ഒരിക്കലും മുമ്പേ നിശ്ചയിച്ചുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ സഞ്ചാരപദങ്ങൾ. ഇവിടെ സൂചിപ്പിക്കുന്നത് മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് പോകുന്ന ഒരു രീതിയല്ലായിരുന്നു എന്ന് നമുക്ക് പഠിച്ചു. അത് 4 ഓപ്ഷനുണ്ട്. ആകസ്മികത, അതിൻ്റെ ജീവിതയാത്രയെക്കുറിച്ച്, സൗഭാഗ്യങ്ങളെക്കുറിച്ച്, തീരുമാനങ്ങളെടുക്കാൻ കഴിയാത്തതിനെക്കുറിച്ച്. ആകസ്മികതയാണ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നേരത്തെ തീരുമാനിച്ചെടുത്ത പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ അന്നേരം ഒന്ന് വെച്ചാൽ ആകസ്മികത. അതാണ് അവിടുത്തെ ആൻസർ കേട്ടോ. സ്വയം നട്ടുവളർത്തിയ ചെടി അത് ആകാശം നോക്കി വളർന്ന് ജീവിത പരിസരമാകെ തണൽ വിരിക്കുന്നു. ഈ വരികളുടെ ആശയം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഉണ്ണി അമ്മയെ സ്നേഹിക്കുന്നു, ഉണ്ണി ഉയരങ്ങളുടെ ആകാശം കീഴടക്കുന്നു, നാടിനും വീടിനും അഭിമാനമാണ് ഉണ്ണി, വൻ വൃക്ഷത്തെ പോലെയാണ് ഉണ്ണി. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഉണ്ണി ഉയരങ്ങളുടെ ആകാശം കീഴടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, പിന്നെ കുറിപ്പ് തയ്യാറാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ തായി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തന്നിൽ നിന്ന് പിറന്ന മകൻ തൻ്റേത് മാത്രമല്ലെന്ന തിരിച്ചറിവ് ആ അമ്മയെ ദേവിയാക്കുന്നു. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്.
അത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലുള്ളതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്നും കൂടെ നോക്കാം. നാട്ടിൽ ഒരു ചെറിയ ജോലിയുമായിട്ട് ഒതുങ്ങാനും അമ്മയുടെ അരികിൽ തന്നെ എപ്പോഴും ജീവിക്കാനും മകന് അതായിരുന്നു താല്പര്യം. പക്ഷെ അങ്ങനെയുള്ള മകൻ്റെ ചിന്തകളെല്ലാം പിഴുതെറിഞ്ഞത് ആ അമ്മയാണ്. അവർ തന്നിൽ നിന്ന് പിറന്ന ആ മകനെ നാടിന് വേണ്ടി സമർപ്പിക്കുന്നു. മകനെ നല്ല രീതിയിൽ പഠിപ്പിച്ചു, അവനെ വളർത്തി, രാജ്യത്തിന് വേണ്ടിയിട്ട്, രാജ്യസേവനത്തിന് വേണ്ടിയിട്ട് അവരെ വിട്ടുകൊടുക്കുന്നു. അറിവുകൾക്കപ്പുറം യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ സ്വാർത്ഥതയോ സ്വത്ത് സമ്പാദനമോ അല്ല വേണ്ടത്, രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ചെയ്യാമെന്ന ചിന്തയാണ് എന്ന നല്ല ഉപദേശങ്ങൾ ആ അമ്മ മകന് കൊടുക്കുന്നു. ഇതൊക്കെയാണ് തന്നിൽ നിന്ന് പിറന്ന മകൻ തൻ്റേത് മാത്രമല്ലെന്നുള്ള ആ തിരിച്ചറിവ്. ഇതാണ് ആ അമ്മയെ ദേവിയാക്കുന്നത്, എല്ലാവരുടെയും അമ്മയാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത്രയും ആണ് അതിൽ നിന്ന് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് നോക്കണം കേട്ടോ. അടുത്തൊരു പാഠം വേദമാണ്. യൂസഫ് അലി കേച്ചേരി എഴുതിയിട്ടുള്ള വേദം വീഡിയോ അവൈലബിൾ ആണ്. വീഡിയോ കേട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും എഴുതാം. ഓക്കെ, വേദത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം, അന്നൊക്കെ എൻ നാട്ടിൽ ഭൂരിജനങ്ങൾക്കും അന്നം ഒരു സ്വപ്നമായിരുന്നു. ഈ വരികൾ തെളിയുന്നത് എന്താണ്? അന്നത്തെ സമൃദ്ധിയാണോ ദാരിദ്ര്യമാണോ? കേൾക്കുമ്പോൾ തന്നെ അറിയാല്ലേ, അന്നം കിട്ടാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരമാണ്. അത് ദാരിദ്ര്യമാണ്, ദാരിദ്ര്യം. ഓക്കെ, ഇനി രണ്ട് കഥകൾ, അതായത് ഭൂമിയുടെ സ്വപ്നം, വേദം, ഇതിൽ രണ്ടിലും മാതൃസ്നേഹത്തെ, ഒരു അമ്മമാരെക്കുറിച്ച്, രണ്ട് അമ്മമാരെ നമ്മൾ പരിചയപ്പെട്ടു, ഒരു അമ്മയെയും ഒരു ഉമ്മയെയും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ഒരു മാതൃസ്നേഹത്തിൻ്റെ വറ്റാത്ത മാതൃകകളാണ്. അവരെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ആദ്യത്തെ കഥയിലെ അമ്മ എന്ന് പറയുന്നത് ജീവിത ബോധത്തിന് അടിത്തറ പാകി, പിറന്ന നാടിനോടൊരു സ്നേഹവും ഒക്കെ, ജീവിത പ്രതിസന്ധികളോട് വളരെയധികം പോരാടി മകനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നാടിന് സേവനം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്ത മഹതിയായിട്ടുള്ള ഒരു അമ്മയാണ് ആദ്യത്തെ പാഠത്തിൽ, ഭൂമിയുടെ സ്വപ്നം എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ കാണുന്നത് അല്ലേ. അവൻ്റെ ചുവടുകൾക്ക് പ്രകാശമാകുന്നത്, അവന് താങ്ങാവുന്നത്, കരുത്താകുന്നത് എല്ലാം അമ്മയാണ് നമ്മൾ കണ്ടു. രണ്ടാമതിൽ സ്വന്തം വിശപ്പ് മറന്ന് പട്ടിണി പാവങ്ങൾക്ക് കഞ്ഞി വിളമ്പുന്ന ഒരു ഉമ്മയെയാണ് വേദം എന്ന കവിതയിൽ യൂസഫ് അലി കേച്ചേരി നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അത് ആ അമ്മ ഒരു പ്രകാശം, അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം, നന്മയുടെ ആ ഒരു വെളിച്ചം തൻ്റെ മകനിലേക്കും പകർന്നു നൽകുന്നു. അങ്ങനെ മക്കളെ നല്ല നിലയിലേക്ക്, നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന രണ്ട് അമ്മമാരെയാണ് നമ്മൾ ഈ വേദത്തിലൂടെയും ഭൂമിയുടെ സ്വപ്നത്തിലൂടെയും പരിചയപ്പെടുന്നത്. അതാണ് മാതൃസ്നേഹത്തിൻ്റെ വറ്റാത്ത മാതൃകകളാണ് ഈ അമ്മമാർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത്, വിശക്കുന്നവരിൽ ദൈവത്തെ കാണാമെന്ന ആശയം വരുന്ന വരികൾ ഏതൊക്കെയാണെന്ന്. ഏതെന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം, ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ, പൈക്കുന്ന പള്ളയ്ക്ക് ഇരതേടി വാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ, ഉണ്ണാവ്രതവുമായി അന്യരെയൂട്ടുന്നൊരു ഉമ്മ തൻ യജ്ഞം കണ്ടു നിൽക്കേ. ഓപ്ഷൻ ഇതാണ്. അത് നമുക്കറിയാം ഏതാണ്. പൈക്കുന്ന പള്ളയ്ക്ക് ഇരതേടി വാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ, അതാണ് അതിൻ്റെ ആൻസർ അല്ലേ. ഓക്കെ, അതറിയാം. പൊട്ടിക്കരഞ്ഞുമ്മ മാറോട് ചേർത്തെന്നെ കെട്ടിപ്പിടിച്ച് വിതുമ്പി മെല്ലെ. വിതുമ്പി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? കരയുക, വിതുമ്പുക, കരയുകയാണ്. പിന്നെ ഇത്രയും ചൊല്ലി പിരിഞ്ഞു പോയുമ്മ എൻ ഉൾത്തട്ടിൽ കാപട്യം വെന്തെരിഞ്ഞു, കാട്ടുതീയിൽ മരങ്ങൾ വെന്തെരിഞ്ഞു. ഈ വെന്തെരിഞ്ഞു തമ്മിലുള്ള ഒരു അർത്ഥവ്യത്യാസം ഓർത്തിരിക്കുക. എന്താണ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. കവിതാഭാഗത്ത് കുട്ടിയുടെ മനസ്സിലെ കാപട്യം ഇല്ലാതെയായി എന്നാണ് ആദ്യം പറയുന്നത് അല്ലേ. ആദ്യത്തേലെ വെന്തെരിഞ്ഞു, കാപട്യം വെന്തെരിഞ്ഞു എന്ന് പറഞ്ഞാൽ കാപട്യം ഇല്ലാതെയായി എന്നർത്ഥം, കള്ളത്തരം ഇല്ലാതെയായി എന്നുള്ള ഒരർത്ഥം. രണ്ടാമത്തെ വാക്യത്തിലോ കാട്ടുതീയിൽ മരങ്ങൾ വെന്തെരിഞ്ഞു എന്ന് പറഞ്ഞാൽ കത്തിക്കരിഞ്ഞു പോയി എന്നർത്ഥം. കാട് വെന്തെരിഞ്ഞു, മരങ്ങളെല്ലാം കത്തിപ്പോയി എന്നർത്ഥം. ഓക്കെ, ശരി. അടുത്തത്, ഭക്ഷണം പാഴാക്കരുതെന്ന സന്ദേശം പകരുന്ന ഒരു കുറിപ്പ് എഴുതുക, അല്ലെങ്കിൽ അന്നത്തെ നിന്ദിക്കരുത്. അതിൻ്റെ പ്രഭാഷണമോ കുറിപ്പോ എസ്സയോ ഉപന്യാസമോ ഒക്കെ ചോദിക്കാം കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി കുറച്ച് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ഡീറ്റെയിലായിട്ട് നിങ്ങളങ്ങ് എഴുതിക്കൊള്ളുക. ഇന്ന് നമ്മൾ അന്നം നമ്മുടെ നാട്ടിലൊന്നും അന്നത്തിന് വലിയ ബുദ്ധിമുട്ട് ഇല്ലാത്ത ഒരു നാടാണ്. അന്നം നമുക്ക് ഒരുപാടില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അന്നം കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ അന്നത്തോടുള്ള നിന്ദയും നമുക്ക് വളരെ വലിയ രീതിയിലുണ്ട്. നമ്മൾ വീട്ടിൽ നമ്മൾ വയ്ക്കുന്ന ആഹാര സാധനങ്ങൾ പലതും നമ്മൾ പാഴാക്കാറുണ്ട്.
പാർട്ടികളിലോ അല്ലെങ്കിൽ വിവാഹങ്ങളിലോ ആഘോഷങ്ങളിലോ ഒക്കെ ആണെങ്കിൽ പിന്നെ ഒട്ടും പറയുകയും വേണ്ട. ഒരുപാട് ഭക്ഷണം സാധനങ്ങൾ പാഴാക്കാറുണ്ട്. പക്ഷേ ലോകത്ത് അനേക കോടിക്കണക്കിന് ആളുകൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ ഈ ഭക്ഷണം പാഴാക്കി കളയുന്നത് നല്ലൊരു സംസ്കാരമാണോ? അല്ല, ഒരു കാരണവശാലും അല്ല, അല്ലേ? അപ്പോൾ അത് മാപ്പർഹിക്കാത്തൊരു പാപമാണ് ഈ ആഹാരം പാഴാക്കുന്നതെന്ന്. വിശക്കുന്ന മറ്റൊരു വയറിനുള്ള ഭക്ഷണമാണ് നമ്മൾ വെറുതെ കളയുന്നത് എന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഹാരത്തെ ആദരിക്കും, ഒരിക്കലും നിന്ദിക്കില്ല. അപ്പോൾ ലോകത്തിലുള്ള അനേക ലക്ഷം പട്ടിണിയോട് പൊരുതുന്ന ഈ കാലത്ത് അന്നത്തെ നിന്ദിക്കരുത് എന്നുള്ള വലിയൊരു പാഠം, അല്ലെങ്കിൽ ആ വലിയൊരു വാക്യത്തിൻ്റെ പ്രസക്തി ഇന്ന് ഏറി വരികയാണ് എന്ന് നമുക്ക് എഴുതാം. ഈ പോയിന്റുകൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയാൽ മതി, പ്രശ്നം തീർന്നു. ഓക്കെ, അതാണ് ഭക്ഷണം പാഴാക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ കുറച്ച് സാധ്യതയുള്ളതാണ്. അടുത്തത് പ്രളയത്തെപ്പറ്റി വൈശാഖൻ എഴുതിയ ഒരു പാഠമാണ്. മാനവികതയുടെ തീർത്ഥം എന്നാണ് പാഠത്തിൻ്റെ പേര്. അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദിനംപ്രതി വന്ന വാർത്തകൾ മനുഷ്യസ്നേഹികളുടെ ഉറക്കം കെടുത്തി. ആ ഉറക്കം കെടുത്തി എന്ന് പറയുന്ന വാക്ക് മനസ്സ് അസ്വസ്ഥമായി എന്നാണ് കേട്ടോ. മനസ്സ് അസ്വസ്ഥമായി എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ഇനി മീനച്ചിലാറിൽ പെട്ടെന്ന് വെള്ളം പൊങ്ങും. ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം ഏതാണ്? അറിയാം, തവള മുള്ളിയാൽ വെള്ളപ്പൊക്കം, അല്ലേ? അതാണ് പറഞ്ഞിട്ടുള്ളത്. ഫീനിക്സ് പക്ഷിയെപ്പോലെ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്താണ്? ഫീനിക്സ് പക്ഷിയെപ്പോലെ എന്ന പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? അതൊരു അതിജീവനത്തിൻ്റെ കാര്യമാണ്. കാരണം ഫീനിക്സ് പക്ഷി എന്ന് പറയുന്നത് നമുക്കറിയാം, അത് അതിജീവനത്തിൻ്റെ ഒരു ചാരത്തിൽ നിന്ന് ഉയർന്നെഴുന്നേറ്റ് വരുന്ന ഒരു പക്ഷിയാണ് ഫീനിക്സ് പക്ഷി. അപ്പോൾ മഹാപ്രളയത്തിൽ നിന്നുള്ള കേരളത്തിൻ്റെ അതിജീവനം, അതാണ് ഈ ഫീനിക്സ് പക്ഷി എന്ന വാക്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മനുഷ്യരെല്ലാം ഒരുപോലെയാണെന്ന ആശയത്തിൻ്റെ പ്രതീകമായത് എങ്ങനെയാണ്? മുമ്പ് പരസ്പരം മിണ്ടുക പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾ സ്വന്തമായിട്ട് ഒരുമിച്ച് താമസിച്ചു. ഈ പ്രളയം വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഈ പല ദുരിതാശ്വാസ ക്യാമ്പിൽ അവർ വീടുകൾ നഷ്ടപ്പെട്ടു, സ്ഥലം നഷ്ടപ്പെട്ടു, ഉറ്റവരെ നഷ്ടപ്പെട്ടു. അങ്ങനെ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലായി. അവിടെ എല്ലാ മതക്കാരും, എല്ലാ ജാതിക്കാരും, എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ നിറക്കാരും, എല്ലാ രീതിയിലുള്ള ആളുകളും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അവിടെ ആർക്കും രാഷ്ട്രീയ ഭേദമോ ജാതിഭേദമോ മതഭേദമോ വർണ്ണഭേദമോ വർഗ്ഗഭേദമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും തുല്യരായിരുന്നു. അതുപോലെ തന്നെ അവരെ സഹായിക്കാനെത്തിയവർക്കും ഈ ഒരു ഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ. അന്ന് മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യരെല്ലാം ഒരുപോലെയാണെന്ന ആശയത്തിൻ്റെ പ്രതീകമായി അങ്ങനെ മാറിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വിസ്മയത്തോടെയാണ് ഇതൊക്കെ നോക്കിക്കണ്ടത് കേട്ടോ. പ്രളയത്തിൽ ഉള്ള ഈ ഒരു പ്രവർത്തനത്തെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വളരെ വിസ്മയത്തോടു കൂടി നോക്കിക്കണ്ടത് എന്ന് നമുക്ക് പറയാം. പ്രളയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ പാഠമാണ്. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ഒരു ലഘുപ്രസംഗം തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനോ കുറിപ്പ് തയ്യാറാക്കാനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാ വർഷവും പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ ചെറുതും വലുതുമായിട്ട് അങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ ഏറ്റവും അടുത്ത വയനാട്ടിൽ നടന്ന ദുരന്തമൊക്കെ ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അത് നമ്മുടെ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ, ഈ പ്രളയത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2018-19 വർഷങ്ങളിൽ സമാനതകളില്ലാത്ത ഒരു പ്രളയമാണ് ഉണ്ടായതല്ലേ. ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു. ഇതെല്ലാം മണ്ണിനടിയിലായിപ്പോയ ആൾക്കാരുണ്ട്, അവരുടെ സ്വപ്നങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയോട് നമ്മൾ ഇടപെടുന്നത് എന്നുള്ളതാണ്. നമുക്ക് എന്തും വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മണ്ണിനെ. അത് മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ രാക്ഷസന്മാരെ പോലെ അതിനെ കുത്തിക്കീറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വികസനത്തിൻ്റെ പേരിൽ നമ്മൾ മലകളെല്ലാം കുത്തി തുരന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ പ്രകൃതിയെ എന്തുമാത്രം ദ്രോഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പ്രകൃതി അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം പ്രകൃതിയുടെ ഒരു സന്തുലന അവസ്ഥ താളം തെറ്റിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ നമ്മുടെ പൂർവികരൊക്കെ പ്രകൃതിയെ നല്ലതുപോലെ സ്നേഹിച്ചിരുന്നു. അവർക്ക് ഭൂമി എന്ന് പറയുന്ന അമ്മയായിരുന്നു, ഭൂമി ദേവിയായിരുന്നു. ചവിട്ടി നടക്കുന്ന മണ്ണ് പവിത്രമായിരുന്നു. പക്ഷേ നമ്മുടെ കാലത്തേക്ക് വന്നപ്പോഴേക്കും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പ്രകൃതിയെ നല്ലതുപോലെ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ആദരിച്ചാൽ മാത്രമേ തിരിച്ച് ആ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആദരവ് പ്രകൃതിയിൽ നിന്നും കിട്ടുകയുള്ളൂ എന്നുള്ള വലിയ പാഠം നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ആ പോയിൻറ്റ്സ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ആ പാഠത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പ്രധാനപ്പെട്ടത് മാത്രമാണ്, ഇത് മാത്രമല്ല മറ്റുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചോളുക. ഇനി കീർത്തിമുദ്ര എന്ന് പറയുന്നൊരു പാഠമുണ്ട്. ഉണ്ണികൃഷ്ണൻ പൂതൂർ ആണ് ഇത്
എഴുതിയത് എന്ന് നമുക്കറിയാം. ഇതിനകത്തൊരു ഈ പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ആ പാഠത്തിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിലുള്ള മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പുതൂറിൻ്റെ ഈ പാഠഭാഗത്ത് നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു ആശാൻ്റെ കഥയാണല്ലേ, ഒരു ആശാൻ്റെ കഥയാണ്. ആശാൻ്റെ കഥാപാത്രങ്ങളിൽ കാണികൾ വളരെയേറെ പ്രതീക്ഷ പുലർത്തിയിരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? കലയെ ജീവിതമായി കണ്ടിരുന്ന ഒരാളാണ് ഇതിലെ ആശാൻ, ഒരു കലാകാരനാണ്. അദ്ദേഹം കൃഷ്ണൻ്റെ വേഷത്തിലും യവനൻ്റെ വേഷത്തിലുമൊക്കെ അരങ്ങ് നിറഞ്ഞാടുന്ന ഒരാൾ, അരങ്ങ് തകർക്കുന്ന വേഷങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാണികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു നടനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ യവന വേഷത്തെയോ കൃഷ്ണവേഷത്തെയോ ഒന്നും വെല്ലാൻ മറ്റൊരു വേഷവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെയുള്ള 13-ാമത്തെ വയസ്സിൽ കളി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ 88-ാമത്തെ വയസ്സിലെ അവസാനത്തെ കളിക്ക് വേണ്ടിയുള്ള ആ ഒരു അരങ്ങാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹം പരമാവധി ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ കളിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഉറപ്പാണ്, കാണികൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ആശാൻ അരങ്ങ് തകർക്കും എന്ന് അവർ പറഞ്ഞ് അങ്ങനെ കാത്ത് ഇരിക്കുന്നത്. ഓക്കെ, വളരെയേറെ പ്രതീക്ഷ പുലർത്തിയിരുന്നത്. ഇനി അനിഷേധ്യ നേതാവിനെ എങ്ങനെ വിഗ്രഹിച്ചത്? അനിഷേധ്യ നേതാവിനെ നമുക്ക് അനിഷേധ്യനായ നേതാവ് എന്ന് പറയാം. ഇനി കീർത്തിമുദ്ര എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം എന്താണെന്നുള്ളത് ചോദിക്കാം. ഈ ശീർഷകത്തിൻ്റെ ഔചിത്യം ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ചോദിക്കാം. നമ്മൾ ഇങ്ങോട്ട് വന്ന എല്ലാ ചാപ്റ്ററിലും അത് പറഞ്ഞു വന്നതാണ്. അപ്പോൾ കലയെ ജീവിതം തന്നെയായിട്ട് ഉപാസിച്ച ഒരു കലാകാരൻ്റെ കഥയാണ് കീർത്തിമുദ്ര എന്നത്. കൃഷ്ണനാട്ടം കലാകാരനായിരുന്നു അദ്ദേഹം കേട്ടോ, ആശാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവസാന സമയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കഥയിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കളിയോഗത്തിന് മുമ്പായിട്ട് ആശാൻ വിട പറയുന്ന രംഗത്തോട് വിട വാങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കളിക്കായിട്ട് അങ്ങനെ അരങ്ങത്തെത്തുന്നു. അപ്പോൾ അവിടെ യവനൻ്റെ വേഷമാണ് എന്നൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിൽ തന്നെ വീണ് അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹത്തിന് കീർത്തിമുദ്ര സമ്മാനിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും ഒക്കെ അവിടെ വന്നിരിപ്പുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ ഒരു കീർത്തിമുദ്രയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ കീർത്തിമുദ്ര എന്ന് പറയുന്ന ആ ഒരു വാക്കും അതിൻ്റെ ഒരു അർത്ഥവും ഒക്കെ നമുക്ക് ഈ കഥയിൽ വളരെ വലുതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കീർത്തിമുദ്ര എന്ന പേര് ഇതിന് തികച്ചും അർത്ഥപൂർണമാണ് അല്ലെങ്കിൽ ഉചിതമാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ കളിയരങ്ങെന്ന് വെച്ചാൽ ദൈവസന്നിധി എന്നേ കരുതിയിരുന്നുള്ളൂ. ഈ വരികളുടെ ആശയം എന്താണ്? അത് കലയെ അദ്ദേഹം ജീവന തുല്യം സ്നേഹിച്ചു എന്നാണ് അതിൻ്റെ ഒരു ആശയം. ഒരു ഒറ്റ വാക്കിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ആശയം പറയാം. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ ജനിക്കുന്നു എന്ന പാഠഭാഗമാണ്. അപ്പോൾ അതിൽ ഒരു കവിത, കളിയച്ഛൻ ജനിക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കവിതയാണ്. ആ കവിത എങ്ങനെ പിറന്നു, എങ്ങനെ ജനിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കവി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അതിലുള്ള ബുദ്ധിമുട്ടുകളും ആ കവിത എഴുതാനുണ്ടായ സാഹചര്യവും ഒക്കെ വളരെ ലളിതമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പാഠമാണ് നമ്മുടെ കളിയച്ഛൻ ജനിക്കുന്നു എന്ന പാഠം. അപ്പോൾ അതിൽ ഗന്ധർവ ഗായകനെ പോലെ കുഞ്ഞിരാമൻ നായർ രംഗവേദിയിൽ തിളങ്ങി. അതിൽ ഗന്ധർവ ഗായകനെ നമുക്ക് വികസിപ്പിച്ചെഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഗന്ധർവ ഗായകൻ, ഗന്ധർവനായ ഗായകൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, രാധാകൃഷ്ണൻ്റെ പ്രസംഗം അതേ ചൂടോടെ വെളിച്ചത്തോടെ ശ്വാസം വിടാതെ മലയാളത്തിലേക്ക് ആവാഹിച്ചു കൈക്കരുത്തുള്ള മന്ത്രവാദി. NV കൃഷ്ണവാര്യരെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നതിന് കാരണം എന്താണ്? നമുക്കറിയാം, അതിനകത്ത് പാഠത്തിൽ പഠിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു ഉദ്ഘാടകൻ. അദ്ദേഹം ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം തർജ്ജമ ചെയ്തത്, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്തത് NV കൃഷ്ണവാര്യരാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ NV കൃഷ്ണവാര്യരെ പറ്റി ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. രാധാകൃഷ്ണനേക്കാൾ നല്ല പ്രസംഗമായതുകൊണ്ട്, കേൾവിക്കാർക്ക് പ്രസംഗം മനസ്സിലാകാത്തത് കൊണ്ട്, തർജ്ജമയിലെ സൗന്ദര്യം, പ്രസംഗത്തിലെ സങ്കീർണത. തർജ്ജമയിലെ സൗന്ദര്യമാണ്, അതാണ് നമ്മുടെ ആൻസറായിട്ട് അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, വൈരപ്പൊടി നിറഞ്ഞ ആകാശം. ആകാശത്തെ ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. വൈരപ്പൊടി എന്ന് പറയുന്നത് ഡയമണ്ടിൻ്റെ പൊടി അല്ലേ. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിൻ്റെ ഭംഗിയാണ് ഇവിടെ വാക്കുകളിലൂടെ കവി അവതരിപ്പിക്കുന്നത്. രാത്രി സമയത്ത് ആകാശം നിറയെ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഉള്ള ആകാശത്തിൻ്റെ സൗന്ദര്യമാണ് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നത്. വൈരപ്പൊടിയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് അല്ലേ. അതുപോലെ മെഴുകുതിരി 3 എന്നെ രക്ഷിക്കാൻ ആത്മാഹുതി ചെയ്തു. ഈ സന്ദർഭത്തിൽ വരുന്ന അർത്ഥം എന്താണ് എന്ന് ചോദിക്കാം.
രാത്രി മുഴുവൻ ഒന്നിനു പുറകെ ഒന്നായി കത്തിത്തീർന്ന മെഴുകുതിരികളാണ്. ആ തിരിവട്ടത്തിൽ കവിത എഴുതുന്ന കുഞ്ഞിരാമൻ നായർ കവിയുടെ ഉള്ളിലെ സർഗ്ഗവേദനയാണ് കാവ്യമായിട്ട് പിറന്നു വീഴുന്നത്. ഒരു വേദനയെ ഒരു അനശ്വര സൃഷ്ടിയാക്കി മാറ്റാൻ മെഴുകുതിരി ആത്മത്യാഗം ചെയ്യുകയാണ് എന്നാണ് കവി പറയുന്നത്. അത് സ്വയം ഉരുകിത്തീരുകയാണ്. ഈ ഒരു സന്ദർഭം വായനക്കാരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മെഴുകുതിരി ആത്മാഹുതി ചെയ്തു എന്ന് പറയുന്നത്. പിന്നെയുള്ളത് കുത്തിയൊലിക്കുന്ന രണ്ട് പ്രവാഹങ്ങൾ. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? കുത്തിയൊലിക്കുന്ന രണ്ട് പ്രവാഹങ്ങൾ എന്ന് നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പ്രസംഗം ഒന്നാമത്തെ പ്രവാഹം ഒഴുക്കാണ്. NV കൃഷ്ണവാര്യരുടെ തർജ്ജമയാണ് രണ്ടാമത്തെ പ്രവാഹം. ഒഴുക്കുകളാണ്, രണ്ട് ഒഴുക്കുകൾ. ഇത് രണ്ടുമാണ് കുത്തിയൊലിക്കുന്ന രണ്ട് പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അരുണോദയത്തിന് മുമ്പ് കവിത ഉണ്ടാക്കണം അത് തമ്മിലുള്ള അർത്ഥവ്യത്യാസം എന്താണെന്ന്. അപ്പോൾ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു പ്രക്രിയയാണ്. പക്ഷേ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായും എഴുതിയേ പറ്റൂ എന്ന് പറയുന്ന അർത്ഥമാണ് അതിന് വരുന്നത്. പിന്നെ ശീർഷകത്തിൻ്റെ ഔചിത്യം ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ശീർഷകത്തിൻ്റെ ഔചിത്യം അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയച്ഛൻ എന്ന് പറയുന്ന ഒരു കവിതയുടെ പിറവിയാണ് നമുക്കിവിടെ കവി അവതരിപ്പിക്കുന്നത് കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിന് അതൊരു പുതിയ അനുഭവമായിരുന്നു. ആ അനുഭവം അതിൻ്റെ വൈകാരികത ഒട്ടും തന്നെ ചോർന്നു പോകാതെ ഈ കളിയച്ഛൻ ജനിക്കുന്നു എന്ന പാഠഭാഗത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. കളിയച്ഛൻ എന്ന കവിത പിറവിയെടുത്തതിനെ വിവരിക്കുന്നതിനാൽ ഈ ശീർഷകം വളരെയധികം അനുയോജ്യമാണ് എന്ന് നമുക്ക് പറയാം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, അന്തസ്സുള്ള മനുഷ്യൻ, കഴിവുള്ള കവി, ആഴമുള്ള കവിത, ഇതൊക്കെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അത് ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചാണ്, മഹാകവിയായിട്ടുള്ള ജിയെ കുറിച്ചാണ്. ജി എന്ന് പറഞ്ഞാൽ ജി ശങ്കരക്കുറുപ്പാണ്. കേരളത്തിൻ്റെ സംസ്കാരം, സൗന്ദര്യം, സന്ദേശം ഈ മൂന്നിൻ്റെ പുളകമണിഞ്ഞ പൂർണ്ണചന്ദ്ര പ്രഭ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് വള്ളത്തോളിനെയാണ് ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പാഠങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്തു. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക. നാളെ ഉച്ചവരെ സമയമുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക. ക്ലാസ്സുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മുടെ ഈ സെക്കൻഡ് ടേമിന് വേണ്ട എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കുക. കണ്ടിട്ട് അഭിപ്രായം പറയുക. നാളെ എക്സാം കഴിയുമ്പോൾ എക്സാം എല്ലാവർക്കും വളരെ എളുപ്പമുള്ളതായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.